നമ്മുടെ കേരളത്തിലെ അതിദരിദ്രരില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വെറുതെ അങ്ങ് പറഞ്ഞാല് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കണ്ടായോ? അതൊന്ന് എൻഡോഴ്സ് ചെയ്യാനാണ് നമ്മൾ ഈ 3 പ്രമുഖരായ ചലച്ചിത്ര താരങ്ങളെ കൊണ്ടുവരുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞാൽ വിശ്വസിക്കില്ല, നാട്ടുകാര് അത് കണക്കിലെടുക്കുകയില്ല, കാര്യമായിട്ട് എടുക്കുകയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം, പാർട്ടിക്കും അറിയാം, ഗവൺമെന്റിനും അറിയാം. അതിന് സിനിമാ താരങ്ങളെ കൊണ്ടുവരിക. അവര് പറഞ്ഞാല് ചിലപ്പോൾ ജനങ്ങള് കേട്ടേക്കും. അത് മാത്രമല്ല കാര്യം, ഇതൊരു വലിയ ചടങ്ങാ. ഈ ഗവൺമെന്റിന്റെ അവസാന നാളുകളിലെ ഏറ്റവും വലിയൊരു ചടങ്ങായിട്ട് സംഘടിപ്പിക്കുക. അതിന് ആള് വരണ്ടായോ? അതിപ്പോ പിണറായി വിജയനെ കാണാൻ ആരെങ്കിലും വരുമോ? അല്ലെങ്കിൽ ഈ മന്ത്രിസഭയിലെ അംഗങ്ങളെ കാണാൻ ഏതെങ്കിലും ഒരാൾ വരുമോ? ആളെ കൂട്ടുന്നതിനും ഈ സിനിമാ താരങ്ങളുടെ സാന്നിധ്യം വേണം. അതിനൊരു ഒന്നാന്തര ഉദാഹരണം പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമമാണ്. അവിടെ ആരെങ്കിലും വന്നു? വലിയ സംഭവമായിട്ട് നടത്തിയതാ, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തിയതാ, വലിയ സദ്യയൊക്കെ ഉണ്ടാക്കി കാത്തിരുന്നു. പക്ഷെ ആരും വന്നില്ല. ചില്ലറ പാർട്ടിക്കാരും പിന്നെ അത്യാവശ്യം കുറച്ച് ആളുകളും അല്ലാതെ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കി പോലുമില്ല. അപ്പോഴേ കാര്യം മനസ്സിലാക്കിയതാ, ഇനി ഈ സർക്കാരിന്റെ ഏതെങ്കിലും ഒരു പരിപാടി നടത്തണമെങ്കിൽ, അത് ആളുകളുടെ സാന്നിധ്യത്തിൽ നടത്തണമെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഏർപ്പാട് ആലോചിക്കണമെന്ന്. അങ്ങനെയാണ് നമ്മൾ ഈ 3 പ്രധാന സിനിമാ താരങ്ങളെ, ചലച്ചിത്ര താരങ്ങളെ കൊണ്ടുവരുന്നതിന് തീരുമാനിച്ചത്.